അല്ല വിജി ഇത് എവിടേക്കാ? എനിക്ക് സമയമായി. ഞാൻ മോളെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് വരാം. ശരി വിജി, പോയിട്ട് വാ. ചെല്ല്. സന്തോഷ് മാധവ, മാഡം പറയൂ. ഷർട്ടുകളെല്ലാം ബോക്സിലാക്കി 3rd ഫ്ലോറിൽ വെക്കാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ? അത്രയല്ലേ ഉള്ളൂ, അതൊക്കെ ഞാൻ ചെയ്തോളാന്നേ. ആ ജോലി ഞാൻ നിന്നോടല്ല ചെയ്യാൻ പറഞ്ഞത്. ഇവിടെ ഒരാളുണ്ടല്ലോ വിജി, അവളോട് എടുത്തു വെക്കാൻ പറഞ്ഞ. മാഡം, അവര് മോളെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സ്കൂളിലേക്ക് പോവാ. ഞാൻ എന്തായാലും ഫ്രീ ആണല്ലോ, ഞാൻ നോക്കിയാ പോരെ. സന്തോഷ് മാധവ, നീ ഇവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തോണ്ടിരുന്നാല് നിന്റെ ജോലിയാ പ്രശ്നത്തിലാവാൻ പോകുന്നേ. ഓണർ എന്തുകൊണ്ടാ ഇവളെ കൊണ്ട് ഇത് എടുത്തു വെപ്പിക്കാൻ വേണ്ടി പറഞ്ഞെന്നറിയാവോ? ഇന്നിവള് കളവ് നടത്താൻ ശ്രമിച്ചില്ലേ, അതിനൊരു പണിഷ്മെന്റ് കൊടുക്കേണ്ടതല്ലേ? നീ അതൊക്കെ മറന്നിട്ട് എന്തിനാ ഇവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നേ? നിനക്ക് വേറൊരു ജോലിയും കൂടെ ഉണ്ട്. ഇത് കൊണ്ടുപോയിട്ട് ഭദ്രമായിട്ട് അവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞു. ഞാൻ സ്കൂളിൽ നിന്ന് മോളെ കൊണ്ടുവന്നിട്ട് ഇതെല്ലാം ചെയ്തേക്കാന്ന് പറയൂ സർ. നിന്നെ പുറത്തയക്കാതെ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ അടി. ഓണർ പറഞ്ഞതാന്ന് പറഞ്ഞിട്ട് ഈ ജോലി ഞാൻ നിന്നോട് തന്നെ ചെയ്യാൻ പറയുന്നേ. മാഡം, അവരുടെ മോള് പാവല്ലേ മാഡം. അതിന് എനിക്കെന്താ, നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്തോ. ഞാൻ ഓണറെ വിളിച്ച് സംസാരിച്ചോളാം. എന്റെ പൊന്നോ, വേണ്ട മാഡം, വേണ്ട വേണ്ട, ഞാൻ എന്റെ ജോലി നോക്കിക്കോളാം. ഓക്കെ. എന്താ വിജി അവിടെ തന്നെ നിൽക്കുന്നേ? വേഗം ചെന്ന് പറഞ്ഞ ജോലി ചെയ്യും, ഇല്ലെങ്കിൽ ഓണറിന് ദേഷ്യം വരും. ജോലിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്ക്. ഒരു മോളെയും വെച്ച് നീ കഷ്ടപ്പെടുകയല്ലേ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ. ആദ്യ 2 ദിവസം ഞാൻ നിലയെടുത്ത് ഫ്ലോപ്പ് ആയടാ. ഇനി ഞാൻ സമ്മതിക്കില്ല. എടാ അതൊക്കെ ഇരിക്കട്ടെടാ, നിന്റെ അച്ഛനെയും നിന്നെയും പ്രിൻസിപ്പൾ കാണണമെന്ന് പറഞ്ഞില്ലേ? പ്രിൻസിപ്പൾ എന്താടാ പറഞ്ഞത്? എന്താ പറഞ്ഞെന്ന് അറിയില്ലടാ. ഞാൻ വെളിയിൽ നിന്ന് ചിപ്സ് കഴിക്കുമായിരുന്നു. നല്ല സൂപ്പർ ചിപ്സ് ആയിരുന്നു അത്. നാളെ അച്ഛനടുത്ത് നിനക്കൂടി മേടിച്ചോണ്ട് വരാൻ പറയാം. ശരിടാ. കവിൻ, ഒരു മിനിറ്റ്. നമുക്ക് ഫ്രണ്ട്സ് ആവാം കവിൻ. എനിക്ക് എന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ ആവശ്യമില്ല. നീ എന്റെ ഫ്രണ്ട് അല്ല, രാഹുൽ എന്റെ ഫ്രണ്ട്. വടാ പോവാ. ഇവർക്ക് എന്നോട് ഇത്രയും ദേഷ്യം എന്താന്നറിയില്ല. ശരി, അമ്മ വരുന്നവനെ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഇരിക്കാം. സ്കൂള് കഴിഞ്ഞിട്ടും അവൾ എന്തൊക്കെയോ നോട്ട്ബുക്കിൽ എഴുതിക്കൊണ്ടിരിക്കുവാടാ. ഹലോ, എന്തിനാ ഇങ്ങനെ സീൻ ഉണ്ടാക്കുന്നത്? സ്കൂൾ വിട്ട് എത്ര നേരമായി?
വീട്ടിൽ പോയി ഹോംവർക്ക് ചെയ്യാൻ പാടില്ലേ? മിസ് നിന്നോട് കണ്ടിട്ട് ക്ലാപ്പ് ചെയ്യാൻ വേണ്ടിയാ. എന്റെ അമ്മ എന്നെ വിളിച്ചോണ്ട് വരാൻ വരുന്ന ഒരു സമയമുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഡ്രോയിങ് ചെയ്യുന്നത്.